ഗവൺമെൻറ്റിന് ഇതിനകത്ത് കള്ളക്കളിയുണ്ട്. കേരളത്തിൽ ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരു മൈനോറിറ്റികൾക്കിടയിലുള്ള ഒരു കുത്തിത്തിരിപ്പ്, ഒരു 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 പ്രശ്നമുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ പങ്കാളിയാണ്. വഖഫ് ഭൂമിയാണ് എന്നത് അല്ലെന്ന് പറയേണ്ടത് ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിലാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ട് അത് വഖഫ് ഭൂമി ആവാനും പോണില്ല, ആവാതെ ഇരിക്കാനും പോണില്ല. പാർട്ടിയുടെ കൗൺസിൽ നടക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പറയും എനിക്ക് സെക്രട്ടറി ആവണമെന്ന് ഞാൻ പറയും. കാരണം അത് പറയണില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കിൽ ഇറ്റ് ബിഫോർ ഡൈ എന്ന് പറയും, മരിക്കണതിന് മുമ്പ് കൊല്ലുക. അത് ഞാൻ സംഭവിച്ചിരിക്കും, ഞാൻ മാറിയിരിക്കും. എന്നോട് പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ അടുത്തൊരാൾ പറഞ്ഞത് അദ്ദേഹം അന്ന് ഉറങ്ങിയിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകളെ നിയമസഭയിൽ പറഞ്ഞ ദിവസം എന്നോട് ഓഫീസിലെ കോർപ്പറേഷനിലെ സ്റ്റാഫ് പറയുന്നത് ഒരു രക്ഷയില്ല, ഡയറക്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കരുത് എന്ന ഓർഡറാണ്. എന്തിന് എങ്ങനെയെന്നില്ല, കൊടുക്കരുത്. അവിടെ നിങ്ങൾ കോടതിയിൽ പോയിക്കോളൂ, വാങ്ങിക്കോളൂ എന്നാണ് അവരെന്നെ പറയുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏതൊരു ചലനം ഉണ്ടായാലും ഒരു വ്യക്തിയുടെ പ്രതികരണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കാതോർക്കും. അത് ഹിറ്റാകും, ക്ലിക്കാകും. അത് വേറെ ആരുടേതുമല്ല, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ KM ഷാജി. അദ്ദേഹമാണ് നമുക്കൊപ്പം ഉള്ളത്. പ്രസംഗവേദികളിൽ KM ഷാജി ഇപ്പോഴൊരു സൂപ്പർ സ്റ്റാറാണ്, അല്ലെങ്കിൽ ഒരു തീപ്പൊരു നേതാവാണ്. ഈ ഒരു മാറ്റത്തിലേക്കുള്ള വരവ് എങ്ങനെയാണ്? അല്ല, മാറ്റം വളരെ സ്പോണ്ടേനിയസ് ആണ്. മാറ്റം ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ എം നോട്ട് ഷുവർ എന്നാലും പറയാം. സ്പോണ്ടേനിയസ് ആണ്. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടാണ്. ഈ രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ എത്രമാത്രം ആക്രമിക്കപ്പെടുന്നോ അത്രമാത്രം നമുക്ക് രണ്ട് വശമുണ്ട്. ഒന്നുകിൽ നമ്മൾ കീഴടങ്ങുക, അല്ലെങ്കിൽ നമ്മൾ പൊരുതുക എന്നുള്ളതാണ്. ഞാൻ കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു 10 വർഷ കാലയളവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേട്ടയാടലിൻ്റെ ഒരു വർഷമായിരുന്നു. ഈ വേട്ടയാടലുകളും ഭരണകൂടം വേട്ടയാടുക എന്ന് പറയുമ്പം അതിന് കുറച്ചുകൂടെ ശക്തി കൂടും. അപ്പോൾ അതിൻ്റെ മുമ്പിൽ പിടിച്ചിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിരോധത്തിൻ്റെ ഒരു തയ്യാറെടുപ്പുണ്ട്. നമ്മൾ ഒരു പ്രത്യാക്രമണം വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് സ്വാഭാവികമായിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നിലപാടുകൾ എടുക്കുന്നതിൽ, അഭിപ്രായങ്ങൾ പറയുന്നതിൽ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയണു, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ പുറകെ അങ്ങനെ പോവുക, അല്ലെങ്കിൽ പിന്നെ ഒരു പ്രസംഗം എത്രത്തോളം ഞാനത് നോക്കാറേ ഇല്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കാറേ ഇല്ല. ആകെ നോക്കുന്നത് അതിൻ്റെ വരുന്ന വിമർശനങ്ങളുണ്ടല്ലോ. ഇതേത് തരത്തിലാണ് വരുന്നത്? ഈ റൂട്ടീൻ വിമർശകരല്ല പറയുന്നത്. അങ്ങനെ മറ്റേ തെറി വിളിക്കുകയും മറ്റേ ആക്ഷേപിക്കുകയും ഇഞ്ചി മാങ്ങ ചേങ്ങ അതൊക്കെ പറയുന്നത് ആ സാധനം ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നതിൽപ്പെട്ടാണ്. എനിക്ക് അങ്ങനെ കുറേ പേരുകളുണ്ട്. ചുരമിറങ്ങി വന്ന ബിൻ ലാദൻ, പിന്നെ എന്താ കുമ്മനം, പിന്നെ ഇഞ്ചി, പിന്നെ അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ പൈസ പിടിച്ച കുറച്ച് സമയത്ത് ക്ലോസറ്റ് എന്നായിരുന്നു പേര്. അപ്പോൾ നല്ല വൃത്തിയില്ലാത്ത കുറേ പേരുകളുണ്ട്. അതൊക്കെ ഒരു രസമാണ്. നമ്മൾ എത്രത്തോളം ആളുകൾ എതിർക്കുന്നു എന്നുള്ളത് അത്രത്തോളം നമുക്ക് അക്സെപ്റ്റൻസി ഉണ്ട് എന്നുള്ളതാണ്. എതിർക്കാനൊരു കാരണക്കാരനാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഈ വിമർശകർ ഉണ്ടാവുന്നു എന്നുള്ളതും ചെറിയ കാര്യമല്ല. സ്തുതിപാഠകരെ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വിമർശകരെ നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് നോക്കാറില്ല. എങ്ങനെ ഇതിൻ്റെ റീച്ച്. KM ഷാജി എന്ന MLA, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ ജനങ്ങൾക്കറിയാം. തോൽവിക്ക് ശേഷം രാഷ്ട്രീയ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? അഴീക്കോട്ടിലെ തോൽവിക്ക് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ MLA ആയിരിക്കുന്ന സമയത്തുള്ള എൻ്റെ ഫോട്ടോയും ഇപ്പോഴുള്ള എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് വെറുതെ നിങ്ങൾ പോലും ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ പ്രായം കുറഞ്ഞവർ തോന്നുന്നു. നല്ല പ്ലസൻ്റാണ്, നല്ല മൂഡാണ്. സത്യത്തിൽ അത് വലിയ ടെൻഷനായിരുന്നു. കാരണം ഓരോരുത്തരോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ്, ഒരു വോട്ട് വാങ്ങുക എന്ന് പറയുന്നത് പോലത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ചെറുതല്ല. അതിനോട് സത്യസന്ധമായിട്ട് നമ്മൾ നിന്നാൽ അതുവഴി ഉണ്ടായിട്ടുള്ള ഫൈറ്റുകൾ, പ്രശ്നങ്ങൾ നിരന്തരമായ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഞാനൊരു ദൈവവിശ്വാസിയാണ്. പടച്ചോൻ സാക്ഷി, ഞാൻ ഇപ്പോഴും ആ തോറ്റതിൽ ഒരു സങ്കടമില്ലാത്ത ആളാണ്. ഒരു സങ്കടവും എനിക്കില്ല. അത് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഉണ്ടോ ഇനി എന്തെങ്കിലും ഒന്നുണ്ട്. ആ തോറ്റു എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു വിഷമം ഒഴിച്ചു നിർത്തിയാൽ ഞാൻ എല്ലാ അർത്ഥത്തിലും ഹാപ്പിയാണ്. 5 വർഷക്കാലത്തെ എൻ്റെ MLA-ഷിപ്പ് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സേവനമായിരുന്നു. കാരണം ₹1 ശമ്പളമില്ല, കേസിൽ കുടുങ്ങി കിടക്കണു, ഒന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കുക, എൻ്റെ യാത്ര, എൻ്റെ പിന്നെ എന്നുവെച്ചാൽ നിയമസഭയുടെ അകത്ത് ഞാൻ താമസിക്കുന്ന മുറിക്ക് പോലും ഞാൻ വാടക കൊടുക്കുക. അങ്ങനെ ഉള്ള ഒരു പീഡനകാലം കൂടിയായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫ്രീ ആവുകയാണ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം ഒതുങ്ങിയുന്ന എനിക്കൊരു സ്റ്റേറ്റ് പരിപ്രേക്ഷ്യത്തിലേക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്നു എന്നൊക്കെയുള്ള തരത്തിലേക്ക് ഞാൻ മാറുകയാണ്. എന്തുകൊണ്ടെന്നൊന്നറിയില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. നേരത്തെ പറഞ്ഞു അത് ഉണ്ടായ വേട്ടയാടലുകൾ അത് രാഷ്ട്രീയ ജീവിതത്തിൽ ചെറുതല്ല. അതിൽ ഏറ്റവും വലുത് എന്ന് പറയാവുന്ന ഒന്ന് +2 കോഴയായിരുന്നു. അപ്പം അതിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ളൊരു വിധി അത് വളരെ ആശ്വാസമായി. എന്തുകൊണ്ട് KM ഷാജി അങ്ങനെ ഒരു കേസിൽ
അകപ്പെട്ടു, അല്ലെങ്കിൽ അത് ഒരു ഗൂഢാലോചനയായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഗൂഢാലോചനയാണ് എന്നതിൽ സംശയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2014 കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. സ്കൂൾ +2 കോഴ്സ് കൊടുക്കുന്നത് 2017 ഇങ്ങനെ ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരാളുടെ പരാതി വരുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എനിക്കെതിരെ നിഗേഷന് വേണ്ടി വർക്ക് ചെയ്തു എന്ന ഒരു പരാതിയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ആ പുറത്താക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇയാൾ ഈ ആരോപണം ഉയർത്തുന്നത്. അത് പക്ഷേ എവിടെയും ക്ലച്ച് പിടിച്ചില്ല, ഒരു ആരോപണമായിട്ട് വന്നുപോയി. അപ്പം 2017 ഇവരെന്ത് ചെയ്തു വെച്ചാൽ പിന്നെ സർക്കാർ അതിന് സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ലീഗൽ അഡ്വൈസറെ സമീപിച്ചു. അതും വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസറെ. അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസ് ഇപ്പം കയ്യിലുണ്ട് ഞങ്ങളുടെ. അത് ലീഗൽ അഡ്വൈസിൽ പറയുന്നത് കേസ് നിൽക്കില്ല, ഒരു ഹിയർസേ ആണ്, ഇത് നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടൊരു കേസ് 2021 നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മകളെ ആദ്യമായി പരാമർശിക്കുന്നത് എൻ്റെ സ്പീച്ചിലാണ്. രവീന്ദ്രൻ്റെ പേര് ആദ്യമായിട്ട് പറയുന്നത് ഞാനാണ്. അത് പിന്നീട് കത്തുകയാണ്. എന്നോട് പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ അടുത്തൊരാൾ പറഞ്ഞത് അദ്ദേഹം അന്ന് ഉറങ്ങിയിട്ടില്ല എന്നാണ്, അദ്ദേഹത്തിൻ്റെ മകളെ നിയമസഭയിൽ പറഞ്ഞ ദിവസം. ഞാൻ അന്ന് ആ പ്രസംഗത്തിൽ പറയുന്ന വാചകം ഞാൻ പലതവണ കേട്ടതാണ്. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ED വരും, ഒരുപക്ഷെ വിജിലൻസ് വരും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആ പറഞ്ഞ പോലെ ഞാൻ വീട്ടിലെ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ എൻ്റെ പിറകിൽ നിന്ന് ഒരു പത്രക്കാരൻ വിളിച്ചിട്ട് പറയാണ്, ഒരു പത്രസമ്മേളനം കഴിഞ്ഞ് വരികയാണ്. ഞാൻ കയറുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ പേരിൽ വിജിലൻസ് എൻക്വയറി വന്നിട്ടുണ്ട്, ഓർഡർ ഇട്ടിട്ടുണ്ട് സർക്കാർ എന്ന് പറയുന്നത്. എന്നെ വിളിച്ചിട്ട് എന്നിട്ട് ഞാൻ അവർക്ക് പിന്നെ അഭിമുഖം കൊടുക്കുന്നുണ്ട്. അതൊരു വേട്ടയാടൽ തന്നെയായിരുന്നു. അതിന് ആരൊക്കെ എന്നുള്ളത് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. ആരൊക്കെ കൃത്യമായ ധാരണയുണ്ട് ആരൊക്കെയാണ് പിന്നെ അതിൻ്റെ പിറകിലുണ്ടായിരുന്നത്. പറയാവുന്ന പേരുകളുണ്ട്, പറയാൻ പറ്റാത്ത പേരുകളുണ്ട്. രാഷ്ട്രീയവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പറയാൻ പറ്റാത്ത പേരുകളുണ്ട്. അതിൽ പറയാൻ പറ്റാത്ത പേരുകൾ മാറ്റിവെച്ചാൽ അത് ആരുടെ ഗൂഢാലോചനയാണ്? മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഗൂഢാലോചനയാണ്. അതൊരു ഗൂഢാലോചന എന്നല്ല, മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അദ്ദേഹം തന്നെ താഴേക്ക് വിളിച്ചു പറയാണ്. ഇത് ഇപ്പം സിമ്പിളായിട്ട് ഞാൻ പറയാം, ഞാനിപ്പോൾ ഇരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ വീടിന് നമ്പറില്ല, ഇപ്പോഴും നമ്പറില്ല. ഞാൻ കോടതിയിൽ നിന്ന് വാങ്ങി, അതിൻ്റെ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ഓഫീസിലെ കോർപ്പറേഷനിലെ സ്റ്റാഫ് പറയുന്നത് ഒരു രക്ഷയില്ല, ഡയറക്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കരുത് എന്ന ഓർഡറാണ്. എന്തിന് എങ്ങനെയെന്നില്ല, കൊടുക്കരുത്, അവിടെ നിങ്ങൾ കോടതിയിൽ പോയിക്കോളൂ, വാങ്ങിക്കോളൂ എന്നാണ് അവരെന്നെ പറയണത്. അങ്ങനെ പച്ചയായിട്ട് ഒരാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രതികാര ബുദ്ധിയാണ്. ഇപ്പം ഈ ഒരു കേസ് വന്ന സമയത്ത് സ്വന്തം പാർട്ടിയിൽ നിന്നും വേണ്ടത്ര ഒരു പിന്തുണ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടിയില്ല എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ ഞാൻ ഈ കേസ് നടത്തുന്നതിന് വേണ്ടി വാങ്ങിയിട്ടില്ല. അത് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. ഞാൻ റിക്വസ്റ്റ് പോലും പാർട്ടി കൊടുത്തിട്ടില്ല. അതിലൊരു കാര്യം എനിക്കുണ്ടായിരുന്നത്, ഒന്നാമത് ഈ കേസിനെ അതിജീവിച്ച് പോകാൻ എനിക്ക് കഴിയും. കുറേ ആളുകളൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ ആളുകൾ. എനിക്ക് പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ ആ കുറ്റാരോപിതനായ പിന്നെ ഒരു കേസ് ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ച് നിൽക്കണമെന്നുള്ള ഒരു ദുരഭിമാനം എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ആരുടെയും സഹായം ഇല്ലാതെ ഒരു ദുരഭിമാനമായിട്ടേ പറയേണ്ട കാര്യമുള്ളൂ, എല്ലാവർക്കും അങ്ങനെ പറ്റുന്ന കാര്യമല്ല. പാർട്ടി നേതാക്കളുടെ പോലും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഒറ്റക്ക് നിന്ന് പൊരുത്തിയിട്ട് തന്നെ ജയിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പ്രവർത്തകർ തന്നിട്ടുള്ളൊരു കോൺഫിഡൻസ് ചെറുതൊന്നായിരുന്നില്ല. അതിൽ മാത്രം എന്നെപ്പോലത്തെ നിസ്സാരമായ ഒരാൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല സത്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന്. കാരണം ഒരു സിറ്റിങ്ങിന് എത്ര ലക്ഷം രൂപ വരും നിങ്ങൾക്കറിയാം. അത്ര വലിയ വക്കീലന്മാർ, അതും കെജ്രിവാളിനെ പോലും വീഴ്ത്തിയ പിന്നെ ഇന്ത്യയിലെ പ്രസിദ്ധരായ വക്കീലന്മാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ മോശമില്ലാത്ത വക്കീലന്മാർ ഇപ്പുറത്ത് നിർത്തണം. അപ്പോൾ അതിനകത്ത് പിന്നെ എനിക്ക് ഏറ്റവും കടപ്പാടുകളുള്ള കുറച്ച് ആളുകളാണ്. അതിനപ്പുറത്ത് ഒരു സഹായം തേടാൻ എൻ്റെ വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം, ദുരഭിമാനം തന്നെ പറയാം, ഞാനത് ശ്രമിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അഴിമതി ആരോപണങ്ങൾ നമ്മൾ പലതും കേട്ടു. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആ പണം പിടിച്ചെടുക്കുന്ന കേസിലൊക്കെ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് ഒരു ഒറ്റുണ്ടായി എന്ന് ഒരു സമയത്തൊക്കെ ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, ഈ പാർട്ടിക്കകത്തുനിന്ന് ഒരാൾ ഒറ്റി എന്ന് പറയാൻ എനിക്കൊരിക്കലും ഇഷ്ടമല്ല. ഞാൻ പിന്നെ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ പോലീസ് ഓഫീസർ വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഇത്ര സംഖ്യ ഉണ്ട്, അത് കണ്ണൂരിലെ വീട്ടിലാണുള്ളത്, അത് ഞങ്ങളെടുക്കും, പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു പൈസ അതിനകത്ത് കുറവുണ്ട്, അതെടുക്കാൻ നിങ്ങൾ മാറ്റിയതെന്നാണ്. അപ്പം സംഗതി കറക്റ്റാണ്. അവർ പറഞ്ഞ പൈസയുടെ സംഖ്യ വളരെ കറക്റ്റായിരുന്നു. അതിൽ നിന്ന് അവർ പ്രതീക്ഷിക്കാതെ തലേ ദിവസം ഞാൻ ഒരു പൈസ ആർക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ പ്രവർത്തകന്മാർക്ക് കൊടുത്തയക്കുന്നുണ്ട്. അത് ഞാൻ പേഴ്സണലി മാത്രം ചെയ്തൊരു കാര്യമാണ്. ബാക്കിയുള്ളത് ഒരു 5-6 പേർക്ക് ആ പൈസ അറിയാം. ഈ പണത്തിൻ്റെ സംഖ്യ എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത്? ഞങ്ങളൊരു 4-5 പേർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യം ചോദിക്കുന്നു എന്നുള്ളത് ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പൈസ പിടിച്ചപ്പോഴും സാധാരണ പത്രക്കാരുടെ മുമ്പിൽ ഞാൻ നിന്നിട്ടുണ്ട്.
ഭയന്ന് നമ്മൾ പേടിച്ച് നിൽക്കുക. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുപോയവർ തിരിച്ചു കൊണ്ടുതരും. അതെനിക്ക് കൊണ്ടുതരേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആ പൈസ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ കൂടെ നിന്നവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നോ? കാരണം അല്ല, അവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വിചാരിക്കാൻ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പിന്നെ അവർ അങ്ങനെ ഒരു സംഭവം പോലീസുകാർക്ക് ഇനി വല്ല മാജിക് പറയണമെന്ന് എനിക്കറിയില്ല. അതിന്റെ സാധ്യത തുലവും കുറവാണല്ലോ കൃത്യമായ എമൗണ്ട് പറയണമെങ്കിൽ. അത് പ്രതീക്ഷിച്ചിരുന്നു? അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നതിനേക്കാൾ വലുത് ഞാനതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള പറയാണ്. നമ്മളൊക്കെ പിന്നെ ഇത്തരം പോരാട്ടങ്ങളിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അത് പിന്നെ ഇല്ലാതായി പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു മര്യാദ അവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കലാണ്. അല്ലെങ്കിൽ നമുക്ക് തീരെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. KM ഷാജി എന്ന പൊതുപ്രവർത്തകനപ്പുറത്തേക്ക് എന്താണ് വരുമാനത്തിൻ്റെ സോഴ്സ്? ഞാൻ എൻ്റെ ഒരു 19-20 വയസ്സിൽ പിന്നെ ഞാൻ വയനാട്ടിലാണെന്ന് അറിയാം. ആ നാട്ടിലെ ആളുകൾക്ക് കൂടിയിരിക്കാവുന്നൊരു വലിയ വീട്, എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളും നടക്കുക എൻ്റെ വീട്ടിലാണ്. തെരഞ്ഞെടുപ്പ് എതിരാളികളുടെ വണ്ടികൾ എൻ്റെ വീട്ടിൻ്റെ പുറത്തുനിന്നാണ് അനൗൺസ് ചെയ്യുക, വീട്ടിലേക്ക് നോക്കിയിട്ട്. അന്ന് അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ. അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് എൻ്റെ ഫാമിലി. വളരെ ആർക്കും പോയി ചോദിച്ചാൽ വയനാട്ടിൽ മനസ്സിലാക്കാവുന്ന ഒരു ഇതാണ്, പിന്നെ വീടാണ്. കൽപ്പറ്റ നഗരത്തിൽ ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ ബിസിനസ് തുടങ്ങിയതാണ്. ആദ്യം പിന്നെ ആരാധന ജ്വല്ലറി, അതിപ്പോഴും കൽപ്പറ്റയിലുണ്ട്. ആരാധന ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ജയില എന്ന് പറയുന്നൊരു വലിയ ഫാമിലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ആരാധന ജ്വല്ലറി നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്വർണ്ണാഞ്ജലി എന്ന് പറയുന്നൊരു ബിസിനസ്, അതൊരു ശൃംഖലയായിരുന്നു. അതിൽ ഞങ്ങളുടെ ഒരു ഫേം 50% എന്ന് വെച്ചാൽ മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ, വണ്ടൂർ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 5-8 സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ബ്രാഞ്ച് വന്നു. 2011 ഞാനതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. 2011 എനിക്ക് ജീവിക്കാവുന്ന ഒന്ന് കുടുംബപരമായിട്ട് ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട്. രണ്ടാമത് ഞാനായിട്ട് തന്നെ അധ്വാനിച്ചുണ്ടാക്കിയത് കൽപ്പറ്റയിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും, ഇപ്പം മരിച്ചുപോയ CPMൻ്റെ 20 കൊല്ലം CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള PA മുഹമ്മദ്, അതുപോലെ തന്നെ CPIയുടെ സുരേഷ് ഏട്ടൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അപ്പോൾ ജനതാദളിനൊക്കെ അംസക്ക, അങ്ങനെയൊക്കെ തുടങ്ങി എല്ലാവരും എൻ്റെ കടയിൽ വരികയും ഞാൻ ചെറിയ പ്രായത്തിലെ പ്രസംഗിക്കാനൊക്കെ പോവും, വൈകുന്നേരം പ്രസംഗിക്കാൻ പോവും, അതുവരെ ഷോപ്പിലിരിക്കും. അവരൊക്കെ ആയിട്ട് വലിയ ആത്മബന്ധമുള്ള വളരെ വിസിബിളായിട്ട് ഒരു ബിസിനസ്സുകാരനായിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നത്. 2011 ഞാനത് ഉപേക്ഷിക്കുന്നുള്ളൂ. 2011 ആകുമ്പോഴത്തേക്ക് എൻ്റെ ഈ വീടുണ്ടാക്കുന്ന പോലും എനിക്കതിന് അസറ്റ്സ് ഉണ്ട്. ഞാൻ 2011 പിരിയുമ്പം കിട്ടുന്ന പൈസ മാത്രം മതി എനിക്ക് പിന്നെ അത്യാവശ്യം ജീവിച്ചു പോകാവുന്ന ജീവിത സാഹചര്യം ഉണ്ടാവാൻ. കാരണം 7ഓളം ജ്വല്ലറി എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. പക്ഷേ പിന്നെ 2011 ശേഷമാണ് ഈ പറയുന്ന, അതിനു മുമ്പാണ് ഈ പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടാവുന്നത്. 2011 ശേഷം ഉണ്ടായിട്ടുള്ളത് ആകെ ഈ വീടും എൻ്റെ കണ്ണൂരിലെ പിന്നെ വീട് മാത്രമാണ്. പക്ഷെ അപ്പോഴാണ് അഴിമതിക്കാരെന്നുള്ള പേര് വരുന്നത്. അപ്പോഴാണ് അഴിമതിക്കാരൻ എന്നുള്ള പേര് അവർ ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, എനിക്ക് MLAയുടെ ശമ്പളം ഇല്ലാഞ്ഞിട്ടും വേറെ ആരും ജീവിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാധനം, അതിനോടുണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ എനിക്ക് എന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ ഇടതുപക്ഷത്തോട് ഇത്രമേൽ വലിയ ഫൈറ്റ് നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് പിണറായി വിജയൻ അദ്ദേഹം അതിനികൃഷ്ടമായ ഒരു വൈരനിര്യാതന ബുദ്ധി സൂക്ഷിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയമായിട്ട് ഒരിക്കലും പിന്നെ എന്താണ് പ്രശ്നങ്ങളെ കാണാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ നടത്തിയ ഫൈറ്റ് കുറച്ച് ഷാർപ്പായിരുന്നു, കുറച്ചൊരു പിന്നെ എന്താ പറയുക അഗ്രസീവായിരുന്നു. അപ്പം ഞാൻ അർഹിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. ഫൈറ്റ് വേണ്ടെന്ന് തോന്നിയിട്ടില്ല. അതെനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനകത്ത് അങ്ങനെ നിന്നോളൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഈ കേസുകളൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ വേറെ നിലക്കൊന്നും പ്രശ്നങ്ങളില്ലല്ലോ. തിരിച്ച് പ്രതികരിക്കേണ്ട രീതി അതാണോ രാഷ്ട്രീയ മര്യാദ? ഇതല്ല മര്യാദ, ഒരിക്കലും എന്നോട് എന്നല്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം പിന്നെ എൻ്റെ കയ്യിൽ ഇതൊക്കെ മറികടക്കാവുന്ന അത്യാവശ്യം സാമ്പത്തികമായ ശക്തിയുള്ളതുകൊണ്ടും എൻ്റെ സുഹൃത്തുക്കൾ കുറച്ചൊക്കെ നല്ല ശക്തിയുള്ള ആളുകളും ആയതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നതാണ്. ഒരു പാവമാണെങ്കിൽ എങ്ങനെയാണ് അവരൊക്കെ കോടതിയിൽ പോവുക? നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു കോടതിയിൽ ഒരു പേപ്പർ എടുക്കണമെങ്കിൽ സുപ്രീം കോടതി എത്ര പൈസ വരും? ഒരു പേപ്പർ എഴുതി ഒപ്പിടാൻ ഈ പാവങ്ങൾ എങ്ങനെ അതിജീവിക്കും? എങ്ങനെയാണ് ആ പാവങ്ങൾക്ക് നിലനിൽക്കാനാവുക? ഒരു ഭരണകൂടം വേട്ടയാടിയാൽ കീഴടങ്ങുകയല്ലാതെ എന്ത് നിവൃത്തിയുള്ളത്? ഇപ്പം ED വെച്ചിട്ട് എത്ര ആളുകളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ പൊളിറ്റിക്സിൽ, എത്ര ആളുകളെ? അപ്പോൾ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ ചോദിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ്. രാഷ്ട്രീയമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാം, എത്ര അഗ്രസീവായ ആരോപണം ഉന്നയിക്കാം. പക്ഷേ ഇത്തരത്തിൽ കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ കൊടുക്കുന്നത് എത്രമാത്രം വേദനാജനകമാണ് എന്ന് അനുഭവിച്ച ഒരാളാണ് ഞാൻ.
സജീവമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നതിൽ ഏറ്റവും വലിയ വിഷയം മുനമ്പം ഭൂമി പ്രശ്നമാണ്. അപ്പം അതിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്, അത് വഖഫ് ഭൂമി അല്ല എന്ന്. ലീഗിന് മാത്രം ഇപ്പോഴും അതിനകത്തൊരു ശക്തമായ നിലപാട് അത് എവിടെയും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് വഖഫ് ഭൂമിയാണോ അല്ലയോ, എന്താണ് ലീഗിൻ്റെ നിലപാട്? അതിൽ ഈ വഖഫ് ഭൂമി അല്ല എന്ന അഭിപ്രായത്തോട് ഞാൻ വ്യക്തിപരമായോ പാർട്ടിയോ ഒട്ടും യോജിക്കുന്നില്ല. മുസ്ലിം ലീഗ് വഖഫ് ഭൂമിയാണ് എന്ന തരത്തിൽ തന്നെ ആ വഖഫ് ഭൂമിയിൽ കയ്യേറിയിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. നമ്മൾ ചില കാര്യങ്ങൾ, ചില ഘട്ടങ്ങൾ, ചില സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ നിസ്സഹായമായി പോകുന്ന ചില സമയങ്ങളുണ്ടാവും. ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമ്മളെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ നിയമം, ഇതിൻ്റെ പ്രശ്നം, ഇതിൽ വരാവുന്ന കോൺസിക്വൻസ് ഒന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല. മുസ്ലിം ലീഗ് ഇതിനെ കാണുന്നത് അത്തരമൊരു സാമാന്യ ബുദ്ധിയോടുകൂടിയാണ്. ഈ പ്രശ്നത്തിനകത്ത് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള അഭിപ്രായമേ മുസ്ലിം ലീഗിനില്ല. അത് പ്രതിപക്ഷ നേതാവല്ല ആര് പറഞ്ഞാലും അത് വഖഫ് ഭൂമിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ അവിടുത്തെ ഇരകളായി നിൽക്കുന്ന മനുഷ്യരുടെ കൂടെ ഞങ്ങൾ നിൽക്കുകയാണ്. കാരണം എന്താ, അതിനൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഉണ്ടാവണം. ഇതിന് വഖഫ് ഭൂമി എന്ന തരത്തിലുള്ള ഒരു തർക്കത്തിലും വഖഫിൻ്റെ ഉടമകൾ ആരാണ്? ഈ സമുദായമല്ലേ? ഈ സമുദായത്തിലെ മുഴുവൻ സംഘടനകളും വന്നിട്ട് പറയുന്നത് അത് വഖഫ് ഭൂമിയാണ്. എന്നാൽ ആ ഇരകളുടെ കൂടെയാണ് ഞങ്ങൾ. അതിനൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഗവൺമെൻറ് പറയുന്നതാണ്, ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. അതിനാണ് മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന തർക്കത്തെക്കാൾ പ്രധാനം അവിടെ പാർക്കുന്ന ഇരകളുടെ ജീവിതത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. അവർക്കവിടെ ജീവിച്ചു പോകണം, അവർക്ക് അവരുടെ ഭൂമിയിൽ നിൽക്കാൻ പറ്റണം, അവർ ചീറ്റ് ചെയ്യപ്പെടരുത്. കാരണം അവരൊക്കെ പാവങ്ങളാണ്, സാധുക്കളാണ്. അവിടുത്തെ ബിസിനസ്സുകാരെ കുറിച്ചല്ല ഞാൻ പറയണത്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചാണ്. അവർക്കാണ്. ഇനി ഇപ്പോൾ ഈ വഖഫ് ഭൂമി ഇതിനകത്ത് ഈ ചോദ്യങ്ങളിലൊക്കെയും ഒരു അജണ്ട ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിലേറ്റവും സുപ്രധാനമായൊരു കാര്യം ഞാൻ പറയാം. എന്ന് വെച്ചാൽ അവിടെ നോട്ടീസ് കൊടുത്തിരിക്കുന്ന സാധാ മനുഷ്യർക്കല്ല, ഇപ്പോൾ സമരത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്കല്ല കൊടുത്തിരിക്കുന്നത്, അവിടുത്തെ വലിയ റിസോർട്ടുകൾക്കും ഹോട്ടലുകൾക്കും. ഇത് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യാൻ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാത്തിരുന്നത്? ആക്ഷൻ എടുക്കേണ്ട ഏക ബോഡി നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അവരാണിത് ചെയ്യേണ്ടത്. അവിടെ നിങ്ങളിപ്പോൾ ചോദിച്ച വഖഫാണോ വഖഫല്ലേ എന്ന തർക്കത്തിലേക്ക് പോകാൻ കാര്യമില്ല. പക്ഷേ അത് വഖഫ് ഭൂമിയാണ് എന്നത് അല്ലെന്ന് പറയേണ്ടത് ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിലാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ട് അത് വഖഫ് ഭൂമി ആവാനും പോണില്ല, ആവാതെ ഇരിക്കാനും പോണില്ല. ലീഗ് പറഞ്ഞതുകൊണ്ട് അതല്ലാതാവാൻ പോണില്ല. ഡോക്യുമെൻ്റ് വൈസ് വഖഫാണ്, വഖഫ് ഭൂമി ആണെന്നിടത്ത് തന്നെയാണ് ഇതിന്റെ തർക്കം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരെ അല്ലെങ്കിൽ അതാണ് എന്ന് അദ്ദേഹത്തെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ലീഗിനും നേതാക്കൾക്കും ഇല്ലേ? അല്ല, ഇതൊക്കെ സ്വയം ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ തർക്കം വഖഫ് ഭൂമി ആണോ അല്ലേ എന്നതിലല്ല. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ എതിർക്കേണ്ട കാര്യം എന്താ? ഞങ്ങളുടെ തർക്കം ആ പോയിന്റ് അല്ലല്ലോ. ആ പോയിന്റിലാണ് പ്രതിപക്ഷ നേതാവ് ഞങ്ങളോട് തർക്കിക്കാൻ വരുന്നതെങ്കിൽ അപ്പല്ലേ തർക്കം രൂപപ്പെടുള്ളൂ. ഞങ്ങളുടെ പോയിന്റ് എന്താണ്? ആ ഇരകൾക്ക് നീതി കൊടുക്കണം എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. ആ നീതി കൊടുക്കണം എന്നിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പക്ഷേ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട് ശക്തമായിട്ട് അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നില്ല? അല്ല, സംസ്ഥാന സർക്കാർ അതിനകത്ത് നിലപാടെടുക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ചെറിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തെയാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഖഫ് ഭൂമിയാണെങ്കിലും ഇരകൾ നിരപരാധികളാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഇവർക്ക് വിറ്റവരാരാണ്? അവരെങ്ങനെ അത് കൊടുക്കുക? ഇതൊക്കെ ചോദ്യങ്ങളുണ്ടല്ലോ. അതാണ് ഉത്തരം ഗവൺമെൻറ് കണ്ടെത്തേണ്ടത്. അവരുടെ കയ്യിൽ നിന്ന് ആ പണമടക്കം ഈടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് തത്തുല്യമായ ഈ ഭൂമിക്ക് പകരം വേറെ ഭൂമി കണ്ടെത്തുകയോ എന്നിട്ട് ഈ ഭൂമിയിൽ അവർ തന്നെ ജീവിക്കട്ടെ എന്ന് സ്വസ്ഥമായി പറയുകയോ ഒക്കെ ചെയ്യേണ്ട കാര്യം. അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്തായാലും ഒരു മതസംഘടനകൾക്കും കഴിയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. പക്ഷേ ഗവൺമെൻറ്റിന് കഴിയും. അത്തരം ചോദ്യങ്ങൾ പക്ഷേ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ആ ചോദ്യങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. ഞാനിപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അതാണ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിൽ കള്ളക്കളി കളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ പാവങ്ങളായ മനുഷ്യർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന സത്യം പുറത്തു പറയാതിരുന്നത്? ഇപ്പോൾ മാത്രം എന്താണ് ഹോട്ടലുകളെ പേരിൽ കൊടുത്തു എന്ന് പറയുന്നത്? അപ്പോൾ ഗവൺമെൻറ്റിന് ഇതിനകത്ത് കള്ളക്കളിയുണ്ട്. കേരളത്തിൽ ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരു മൈനോറിറ്റികൾക്കിടയിലുള്ള ഒരു കുത്തിത്തിരിപ്പ്, ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ പങ്കാളിയാണ് കൃത്യമായിട്ട്. അത് ഞങ്ങൾക്കറിയാം. കാരണം എന്താ വെച്ചാൽ ആ കളിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള ഒരു ചട്ടുകം എന്ന് പറയുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ CPM മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സ്റ്റെപ്പ് വരെ എത്തി, വളരെ നല്ല പാർട്ടിയാണെന്ന് പറഞ്ഞു, വളരെ പുകഴ്ത്തി പറയുന്നതൊക്കെ ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് ഇപ്പം ലീഗിന്
CPM ഒരു വർഗീയ ചയവുണ്ടെന്നൊക്കെ തോന്നാനും ഇങ്ങനെ ഒരു വിമർശനത്തിലേക്കൊക്കെ പോകാനും കാരണം? CPM ഒരു കേഡർ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, സ്ട്രോങ് ആണ്, അവർക്കൊരു സിസ്റ്റം ഉണ്ട്. അതിന് സമാനമായ ഒരു കേഡർ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. രണ്ട് പാർട്ടിയും ഒരുമിച്ച് നിന്നാൽ ഒരു ഭരണം കിട്ടാനൊരു പ്രയാസമൊന്നുമില്ല, ഈസി ആയിട്ട് ഭരണത്തിലേക്ക് പോകാനൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ഒരു തവണ 2 തവണ അങ്ങനെയൊക്കെ പോകും. 3ാമത്തെ തവണ ആകുമ്പോഴേക്കും ഇവിടെ ഒരു പ്രതിപക്ഷം രൂപപ്പെട്ടു വരും. അങ്ങനെ പ്രതിപക്ഷം രൂപപ്പെട്ടു വരുന്നൊരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് കോൺഗ്രസ് ആവില്ല വരിക, BJP പോലെയുള്ള ഒരു ശക്തിയാവും. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കാണുന്ന പോലെ 2ാം കക്ഷിയായിട്ട് വളർന്നു വരിക. ഇത് ദൂരവ്യാപകമായി കേരളത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല. കേരളത്തിലെ പൊതുമനസ്സ് എപ്പോഴും പ്രതിപക്ഷത്താണ്. ആ പ്രതിപക്ഷ മനസ്സ് BJPക്ക് സുന്ദരമായിട്ട് 1-2 ടേം കഴിയുമ്പോഴേക്കും ശക്തിപ്പെടുത്താൻ കഴിയും. അപ്പോൾ പിന്നെ മുസ്ലിം ലീഗും CPM ഒന്നും ഉണ്ടാവില്ല, 2ാം കക്ഷിയായി BJP വരുന്ന അവസ്ഥ വരും, മറ്റ് കക്ഷികളില്ലാതെ. ഇതൊരു അപകടകരമായ ദൂരവ്യാപകമായ, എന്നാൽ നമ്മൾ കുറച്ച് ആളുകൾ കൂടിയിട്ട് നമുക്ക് മന്ത്രിയാവാൻ സൗകര്യം കിട്ടാൻ കാര്യങ്ങൾ കൊയ്തെടുക്കാനൊക്കെ ഉള്ള പൊളിറ്റിക്കലി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ഒരു പരിപാടിയാണിത്. അങ്ങനെ ചിലരെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ ഇതിന്. അങ്ങനെ ആഗ്രഹം ഉണ്ടാവാം, ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഉണ്ടാവാം, ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിലല്ല ഒരു ലോങ് ടേം പൊളിറ്റിക്സ് നിൽക്കേണ്ടത്. ലോങ് ടേം പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യം നാളെ ഭാവിയിൽ നമ്മളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ ഇതൊക്കെ ആലോചിച്ചാണ് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2ാമത്തെ കാര്യം, ഈ മൗലികത എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മളെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്താ വെച്ചാൽ നീ തെറ്റ് ചെയ്യരുത്, അതിന് പോകരുത്, ഇങ്ങനെ നിൽക്കരുത് എന്നൊക്കെ പറയുന്ന ചില മൗലികതകളുണ്ട്. ഈ മൗലികതകളാണ് ഒരു സോഷ്യൽ സിസ്റ്റത്തെ സജീവാക്കുന്നത്. അത് എന്തിനാ അങ്ങനെയെന്ന് ചോദിക്കാം. എന്തിനാ അപ്പം അങ്ങനെ? ഇപ്പോൾ ഞാൻ പറയാം, LGBTQയുടെ ഇഷ്യൂ വരുമ്പോൾ അതിനകത്ത് മോസ്റ്റ് ഡിസേർവിങ് 3 എണ്ണേ ഉള്ളൂ. മോസ്റ്റ് ഡിസേർവിങ് 3 എണ്ണം പറയാൻ പറ്റില്ല, 2.5 എന്ന് പറയാം. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇതിൽ പകുതിയെ ഞാൻ യോജിക്കുന്നുള്ളൂ, പകുതി എനിക്ക് വിയോജിപ്പുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ പറയാം, പക്ഷേ അതിൻ്റെ മറവിൽ കുട്ടികളെ പീഡിപ്പിക്കൽ, ഈ ഹോമോസെക്ഷൽ, ഇതെല്ലാം കൂടെ ലെസ്ബിയൻ, ഇതെല്ലാം കൂടെ അംഗീകരിക്കണം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ എങ്ങനെയാണ് അംഗീകരിക്കാനാവുക? അപ്പോൾ പറയാം അതൊരാളുടെ ഇഷ്ടമല്ലേ. എനിക്കൊരാളെ കൊല്ലുന്ന ഇഷ്ടമാണെങ്കിലോ? ഷാഫി 51ാമത്തെ വെട്ട് ചന്ദ്രശേഖരനെ വെട്ടുന്നത് അയാൾ മരിക്കുമെന്ന് ഉറപ്പായിട്ടും ബ്ലഡ് കാണുമ്പോൾ അവൻ്റെ ഒരു ഹരം കാണിച്ചിട്ടാണ്. അത് അവൻ്റെ ഒരു ഇഷ്ടമല്ലേ? എന്തിനാ? രാജ്യത്ത് നിയമം നമ്മളുടെ ഇഷ്ടം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ തടുക്കാനുള്ളതാണ്, അതിനുള്ള നിയമം. അപ്പോൾ ആ അർത്ഥത്തിൽ SFI ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അപകടകരമായ അധാർമികതയുണ്ട്. ഈ അധാർമികത ഒരു സ്വാഭാവികതയായി കുട്ടികൾക്ക് ശീലിക്കാൻ പാടില്ല എന്ന ധാരണ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നതിനെ തടുക്കുന്നതിലെ 2ാമത്തെ കാരണമാണ്. മുസ്ലിം ലീഗ് പോകാതിരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ സമീപനം എടുത്തതിൻ്റെ 2ാമത്തെ കാരണം അതാണ്. സംസ്ഥയിലേക്ക് വന്നാലും ഇപ്പം താങ്കളുടെ അടുത്ത് കുറച്ച് കാലമായിട്ട് താങ്കൾ പറയുന്നുണ്ട് സംസ്ഥയിലൊരു CPM ഫ്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അതാരാണ് അത് ലീഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നത്? അല്ല, ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നം സ്ലീപ്പിംഗ് സെൽസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിശബ്ദമായിട്ട്, അത് വെച്ചാൽ ഈ അധികാരം കിട്ടുമ്പോഴും അവരുടെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആളുകളെ പതുക്കെ പതുക്കെ സുഖിപ്പിക്കുക, ചില കോംപ്രമൈസുകൾ നടത്തുക എന്ന് പറയുന്നത് എല്ലാത്തരം ഓർഗനൈസേഷനുകളിലും കാണുന്ന ഒരു രീതിയാണ്. അതിൽ നിന്ന് പാടേ മാറി നിൽക്കുന്ന വളരെ കൃത്യമായ 2 രാഷ്ട്രീയ രീതികൾ കേരളത്തിലുണ്ട്. അതൊന്ന് സമസ്ത കേരള ജമഅത്തുൽ ഉലമ, അതോടൊപ്പം തന്നെ കേരളത്തിൽ നദ്വത്തുൽ മുജാഹിദീൻ എന്നൊക്കെ പറയുന്ന വേറെയും ചില സംഘടനകൾ ഇല്ല എന്നല്ല, അതിൽ പ്രധാനപ്പെട്ട 2 സംഘടനകൾ ഈ 2 സംഘടനകളാണ്. എന്നാൽ സമീപകാലത്ത് അനാവശ്യമായിട്ട് ചില പ്രശ്നങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാക്കാൻ ഒരു CPM പക്ഷപാതിത്വം പ്രകടമായി കാണിക്കാൻ. അപ്പോൾ CPM എന്താണോ ഉണ്ടാക്കുന്നത്, ഇപ്പം സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായങ്ങളെ ഇതിനകത്തുനിന്നും ചിലർ പറയും. അത് സമസ്തയുടെ അകത്ത് നിന്നല്ല, അകത്ത് കയറാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, അതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിൽക്കുന്ന ചില അനുബന്ധ സംഘടനകളുടെ കക്ഷികൾ. സമസ്ത എന്ന് പറയുന്നത് ഇതിൻ്റെ മദർ ഓർഗനൈസേഷനാണ്. അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല ആ മദർ ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അനുബന്ധ സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ തലപ്പത്തൊക്കെ കയറിക്കൂടിയ ആളുകൾ പതുക്കെ ഇതിങ്ങനെ പത്രത്തിൻ്റെ തലപ്പത്ത്, ഇപ്പം ഏറ്റവും അവരെന്നെ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ആ പത്രത്തിൻ്റെ തലക്കെട്ടിൽ സരീൻ തരംഗം എന്ന് കൊടുക്കേണ്ടി വരുന്നത്. അപ്പം ആ ഒരു എലമെൻ്റ് അതിനകത്തുണ്ട്. ഇന്ന്
ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു സംഘമുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തതാണ്. അതിനകത്തുള്ള തർക്കങ്ങളിലൊന്നും ഞാൻ കക്ഷിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അടിസ്ഥാനപരമായ ഒരു സുന്നി ആശയക്കാരനാണ് എന്നല്ലാതെ ഇതിനകത്തൊന്നും മെമ്പറല്ല. ഇതിനകത്ത് ഒരു ഓർഗനൈസേഷനിലും ഞാൻ ഇതിൻ്റെ മെമ്പറല്ല. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായമില്ല. അതല്ല, ഒരു സ്ലീപ്പിംഗ് സെൽ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയണമെങ്കിൽ ഇത് ആര് ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരായിരിക്കും ഇതിന്റെ പിന്നിൽ നിന്നൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഞാൻ പേര് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവമതിച്ചുകൊണ്ട് സംസാരിച്ചത് ആരാണ്? അതിൻ്റെ താല്പര്യം എന്താണ്? ഖാദിയാവാൻ തങ്ങൾ യോഗ്യനല്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായി ആരുടെ അഭിപ്രായമാണ്? സമസ്ത പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. സമസ്തയുടെ പ്രസിഡന്റ് പോലും വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെയല്ല. പിന്നെ ആർക്കായി അഭിപ്രായ വ്യത്യാസം? ഈ അഭിപ്രായ വ്യത്യാസമാണ് ഇവിടുത്തെ CPM-കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ആരോപണങ്ങൾ. പിന്നെ അതിനകത്ത് രസമുള്ള ഒറ്റ കാര്യം എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഒരു റബലായിട്ട് നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും. SDP എതിർത്തിട്ടുണ്ട്, RSS ശക്തി പ്രാപിച്ചു വന്ന സമയത്ത് RSSനെ എതിർത്തിട്ടുണ്ട്, ഇവിടെ പിന്നെ ജമാഅത്ത് ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ CPM-ആയിട്ട് ആക്രമണം. പൊതുവേ നമുക്ക് ശത്രുക്കളാണ് കൂടുതൽ. പക്ഷേ ഇവരൊക്കെ തന്നെ എല്ലാതരം പണികളെടുക്കും. ഫോൺ വിളിക്കും, തെറി പറയും, മാരകമായ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തും. പക്ഷേ ഞാൻ കണ്ടതിൽ ഇതൊന്നും ഒക്കെ നിസ്സാരമാണ് എന്ന് ബോധ്യമായത് ഈ പറയുന്ന വിഭാഗം ഉണ്ടല്ലേ, ഷജറ എന്നൊക്കെ പറയുന്ന വിഭാഗം, അവരുടെ തെറി ഇതുവരെ കണ്ടതിൽ ഞാൻ കിട്ടിയതിൽ ഏറ്റവും സൂപ്പർ തെറി. എന്നുവെച്ചാൽ അവരുടെ മുമ്പിൽ LDF ഈ മതം പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മതം എന്നാണ് പറയണത്. അവരുടെ മുമ്പിൽ എന്നാ തെറി. ഞാൻ ഇന്ന് ഈ തെറി ഒരു ബുക്കനൊക്കെ ഉണ്ടാക്കാം. കാരണം അത്തരത്തിൽ തെറിയാണ് SDP-യും പിന്നെ RSS-കാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒന്നുമല്ല. ഈ ഗിന്നസ് ബുക്ക് കയറാവുന്ന തെറി ഇവരെ കയ്യിലാണ്. എന്നല്ലോ പറയണ മതമാണ് എന്ന് എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഇവരെ എതിർക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ, ചില സമയത്ത് നമ്മൾ ആലോചിക്കുമല്ലോ വേണ്ടിയിരുന്ന. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് റൈറ്റ് പോർഷനിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, പോയിന്റിലാണ് പിടിച്ചിരിക്കുന്നത്. അത്രക്ക് തല്ലിപ്പൊളികൾ. അവരെ എതിർക്കല്ല, അതെന്താ ചെയ്യുക, എതിർത്തേ മതിയോ. ലീഗ് സമസ്തയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു സംസ്ഥാന സെക്രട്ടറി പദവിയിലിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്താണ് താങ്കൾക്ക് പറയുന്നത്? മുസ്ലിം ലീഗിന് എന്തിന് പിടിമുറുക്കേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗിനകത്തുള്ള ആളുകൾ സമസ്തയിൽ മഹാഭൂരിപക്ഷമുണ്ട്. മുസ്ലിം ലീഗിനകത്ത് സമസ്തക്കാരായ മഹാഭൂരിപക്ഷമുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നറിയാം. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് താഴെ തട്ടിലാണ്. നിങ്ങൾ നോക്കിയാൽ ഒരു മഹല്ലാണ്. ആ മഹല്ലത്തിലെ പള്ളി അല്ലെങ്കിൽ അടുത്ത മദ്രസ, അതിൻ്റെ ചുറ്റുവട്ടത്ത് അതിൻ്റെ കാര്യകർത്താക്കൾ, ഇങ്ങനെ കുറേ സാധനമാണ് ഈ സമസ്ത എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഫിഖ് ആയിട്ട് ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചില ടേംസിൻ്റെ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ ഫിഖ് കർമ്മശാസ്ത്രപരമായിട്ടുള്ള അഖീദാപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഫത്വകൾ വേണ്ടി വരും. അത് ശരിയാണോ, ഇതെങ്ങനെയാണോ? അപ്പോൾ ഇതൊക്കെ പറയുന്ന ഒരു പണ്ഡിത സഭ എന്നതാണ് ഇതിൻ്റെ മുകൾ തട്ടിലെ സിസ്റ്റം. ഈ മദ്രസകളിലെ സിലബസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റമാണ് മുകൾ തട്ടിലെ സിസ്റ്റം. അല്ലാതെ ഈ കാര്യകർത്താക്കൾ എന്ന് പറയുന്ന മുഴുവൻ ഈ മഹല്ലത്തുകാരാണ്. അവിടെ മുസ്ലിം ലീഗ് ഉണ്ടോ? ഒരാ പള്ളിയിലുണ്ടാവുമായിരിക്കും. അതിന് മുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താഴെയിലൊന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ടാണ് പിന്നെ AP അബൂബക്കർ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട തർക്കം വന്നപ്പോൾ എന്താണ്, മഹല്ലത്തുകളിൽ ഒരൊറ്റ ഇളക്കമുണ്ടായി. അപ്പുറത്ത് കോല് പോകേണ്ടി പോയി, ഇപ്പുറത്ത് പോകേണ്ടി വരും, അവിടെ ഉറച്ചു വന്നു. അപ്പോൾ ഇത് താഴെ തട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ ജീവിതവും അവരുടെ അധ്വാനവും അവരുടെ വിയർപ്പും അവരുടെ പണമൊക്കെയാണ് ഈ സാധനം. ഈ മുകളിലെ സാധനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചില ലീഡർഷിപ്പ് തരത്തിൽ മാത്രമാണ്. അതുകൊണ്ട് താഴെ തട്ടിലേക്കൊന്നും ഇത് ബാധിക്കും. ലീഗ് അങ്ങനെ ഒരു പിടിമുറുക്കേണ്ട കാര്യമില്ല. ലീഗ് മുറുക്കിയാൽ മുറുകൂല്ല. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് PMA സലാമിനെ മാറ്റണം എന്നുള്ള ആവശ്യമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ടൊക്കെ ഉയരുന്നുണ്ട്. അപ്പം എന്താണ് ലീഗിന് അതിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് എന്ന് പറയുന്നത്? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിലാണ് PMA സലാം സാഹിബിനെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ കൗൺസിലിന് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവണ്ട എന്ന അഭിപ്രായം ഉള്ള കാലത്തോളം അങ്ങനെ ഒരു മാറ്റം നടക്കുന്ന പ്രശ്നമില്ല. പുറത്തുള്ള അഭിപ്രായങ്ങളല്ല പാർട്ടിയെ തീരുമാനിക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്തെ അങ്ങനെ ഒരു ചർച്ചയും പാർട്ടിക്കകത്ത് നടക്കുന്ന പോലും ഇല്ല. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പാർട്ടി എത്തിയിട്ടില്ല. അങ്ങനെ എത്തണമെങ്കിൽ പാർട്ടിയുടെ കൗൺസിൽ വിളിക്കണം, പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി, പാർട്ടിയുടെ ഭാരവാഹികളുടെ യോഗം, ഇതൊക്കെ ചേരേണ്ടതാണ്. അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ പാർട്ടിയെ അഭിമുഖീകരിക്കുന്നില്ല. മുസ്ലിം ലീഗിനകത്ത് അങ്ങനെ വ്യത്യസ്ത ആശയക്കാരെല്ലാവരും ഉണ്ടാവും. അദ്ദേഹം പിന്നെ വ്യത്യസ്ത അഭിപ്രായം, അദ്ദേഹത്തിന് വേറെ അഭിപ്രായമുണ്ട്. പിന്നെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ വേറെ നിലപാടുകളുണ്ട്. ലീഗ് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം സംഘടനയൊന്നുമല്ല.
KM ഷാജി എന്ന വ്യക്തി ആ പദവി ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പം ആ പദവി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാനൊരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്ക് ഒരു പാർട്ടിയുടെ സെക്രട്ടറി പോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പിന്നെ എത്ര വലിയ പദവികൾ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേജിലായതുകൊണ്ട് അതൊരിക്കലും ശരിയായ കാര്യമല്ല. പാർട്ടിയുടെ കൗൺസിൽ നടക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പറയും എനിക്ക് സെക്രട്ടറി ആവണമെന്ന് ഞാൻ പറയും. കാരണം അത് പറയണില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് MLA ആവണം എന്നല്ല ഞാൻ പറയണത്, അതല്ലെങ്കിൽ മന്ത്രി ആവണമെന്നല്ല, അതൊന്നും എൻ്റെ ആഗ്രഹമല്ല, എൻ്റെ എയിമും അല്ല, എൻ്റെ മഹാ ഇഷ്ടങ്ങളുമല്ല. പക്ഷേ പാർട്ടിയിലെ ഒരു നല്ല പോസ്റ്റിലിരിക്കുക, പാർട്ടിക്ക് കഴിയുന്ന കാലത്ത് പാർട്ടിയെ സ്ട്രക്ചറലൈസ് ചെയ്ത് പാർട്ടിയെ ഒരു മികച്ച സംഘടനാ സംവിധാനമാക്കി മാറ്റണം എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു എയിമുമാണ്. രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിരമിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? ഞാൻ നല്ലോണം ആലോചിക്കുന്ന കാര്യം ഇപ്പോഴും അതാ. ഇപ്പോഴും എൻ്റെ തറവാട് എൻ്റെ പേരിലാണ് എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ എഴുതി തന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം, അവർ നിൽക്കണില്ല. ഞാനത് നന്നാക്കി. എൻ്റെ ഒരു ഇഷ്ട സ്ഥലം വയനാടാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പോവും. അവിടെ എനിക്ക് നല്ല സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ പിന്നെ ചെറിയൊരു പെട്രോൾ ബങ്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കും. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമുണ്ട് ഒതുങ്ങി നിൽക്കുന്നതിനെക്കുറിച്ച്. ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം തനിച്ചിരിക്കുന്നതാണ്. കാര്യമായിട്ട് പറയുകയാണ്, എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടം. അത് അപ്പോൾ ചിലർ പറയും കുറച്ച് ദിവസം നിന്നാൽ ബോറടിക്കും. ഒരുപാട് കാലം നിന്നാലും ബോറടിക്കില്ല. അത് കുറച്ചൊക്കെ അങ്ങനെ രസമായിട്ട് സിനിമയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് കുറച്ച് പറ്റുമെങ്കിൽ വായനയൊക്കെ നടത്തി അങ്ങനെയൊക്കെ ഇരിക്കാന്നത് എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളിൽ പെട്ടതാണ്. ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഫെയിമിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു മാറി നിൽക്കൽ പോസിബിൾ ആണോ? ശരിക്കും പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്ക് പോസിബിളാണ്, തീർച്ചയായിട്ടും. എനിക്ക് ഭയങ്കര അത് പറ്റും. അങ്ങനെ ഇതിനെ ഞാൻ എൻജോയ് ചെയ്യണമില്ല. ഞാൻ എന്തായാലും പിന്നെ ദൈവം ആയുസ് തരികയാണെങ്കിൽ നിങ്ങൾ കിൽ ഇറ്റ് ബിഫോർ ഡൈ എന്ന് പറയും, മരിക്കണതിന് മുമ്പ് കൊല്ലുക. അത് ഞാൻ സംഭവിച്ചിരിക്കും, ഞാൻ മാറിയിരിക്കും. അത് നിങ്ങൾക്ക് ആയുസും എനിക്കും ആയുസുണ്ടെങ്കിൽ കാണാം. ഞാൻ തമാശ പറയുന്നില്ല. ജനപ്രതിനിധി ആവണം എന്നൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ലേ? ഞാൻ സത്യം പറയട്ടെ, ജനപ്രതിനിധി ആവണമെന്ന് ആരും ആഗ്രഹിക്കണില്ല എന്നുള്ളതാണ് സത്യത്തിൽ. അതൊക്കെ നമ്മൾ പറയുകയാണ്, നമ്മളെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞാൻ മത്സരിക്കണമെന്ന് വെറുതെ പറയുകയാണ്. നമ്മൾ പോയി നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം ഇപ്പം നിങ്ങളിരിക്കുന്ന പോസ്റ്റിൽ നിന്ന് നിങ്ങൾ മാറിയാൽ ആടാൾ വരില്ലേ? ഞാൻ ഈ ഇരിക്കണം ഇപ്പം നിങ്ങളെ മുമ്പിൽ ഇരിക്കേണ്ടി വരുന്നത് ഞാൻ ഒരു നിലപാടൊക്കെ എടുത്ത് നിൽക്കുന്നതുകൊണ്ടല്ലേ. ഞാൻ മാറിയാൽ ആ പോസ്റ്റിൽ ഉടൻ ഒരാൾ വന്നിരിക്കും. ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവണം എന്ന് ആഗ്രഹിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പോസ്റ്റ്. അല്ലാതെ എന്നെ ആരും കെട്ടിയേൽപ്പിച്ചതല്ല. ഞാനെങ്ങാനും അന്ന് ആ കമ്മിറ്റിക്ക് പോയിട്ടില്ലെങ്കിൽ വേറെ ആളാക്കും ചെയ്യും. അല്ലാതെ ഷാജി ആരും അത്ര പ്രധാനപ്പെട്ടതല്ല. നമ്മൾ അവിടെ കയറി നിൽക്കുന്നത് വരെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം. നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആർക്കറിയോ? നമ്മുടെ ഫാമിലിക്കാണ്. എന്നിട്ട് എല്ലാവരും അവിടെ ഉണ്ടോ? എല്ലാവരും അവിടെ ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആവശ്യമെന്ന് ജനങ്ങളെ കെട്ടിയേൽപ്പിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട് മാത്രം ചിന്തിക്കരുത്. മറ്റുള്ളവർ നമ്മളെങ്ങനെ കാണുന്നു എന്നും കൂടി ആലോചിച്ചാൽ നമ്മളൊക്കെ നോർമലാവും. ഇപ്പോഴൊക്കെ നമ്മളൊരു തരം പിന്നെ ഒരു വൈകാരിക ചിന്തയിൽ നിൽക്കുകയാണ്. അപ്പോൾ പ്രശ്നമൊക്കെ തീരും. 100% രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ട് തന്നെയാണ്. 1000 വട്ടം, 100 നിൽക്കില്ല, 1000 വട്ടം. അതെപ്പോൾ സംഭവിക്കും എന്നുള്ളത് എൻ്റെ മടുപ്പുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. എൻ്റെ മനസ്സാക്ഷിക്ക് ഇത് പറ്റില്ല എന്ന് തോന്നിയാൽ അപ്പം ഞാൻ വിടും. എനിക്കൊരു പ്ലാനുണ്ട്. ഇപ്പോൾ ആ പ്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ വിവാദമാകും എന്നുള്ളതുകൊണ്ട് ആ റിട്ടയർമെൻറ്റ് പ്ലാൻസ് ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല. ഞാൻ വെറുതെ ഇരിക്കുന്നു മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എനിക്ക് വേറെ താല്പര്യങ്ങളൊക്കെ. എന്തായാലും ഉള്ള സ്ഥാനമാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തയ്യാറാണെന്നൊരു രാഷ്ട്രീയ നേതാവ് ഇതുപോലെ തുറന്നു പറയുന്നത് വളരെ അപൂർവമായിരിക്കും. എന്തായാലും ഈ ഒരു തിരക്കുകൾക്കിടയിൽ നമുക്ക് വേണ്ടി ഇത്രയും സമയം അത് നമ്മോടൊപ്പം ചെലവഴിച്ചതിന്